വികസന പദ്ധതി നിർവഹണത്തിൽ പ്രാദേശിക സർക്കാരുകൾ സമയനിഷ്ഠ പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവസാന മാസങ്ങളിൽ തിരക്കിട്ട് തുക ചെലവഴിച്ചു തീർക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 13ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി നവകേരളത്തിന് ജനകീയ ആസൂത്രണം എന്ന കർമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇ.കെ. നായനാർ സർക്കാർ തുടക്കമിട്ട ജനകീയ ആസൂത്രണത്തിന് 20 വർഷങ്ങൾക്ക് ശേഷം പുതുചൈതന്യം പകരുന്ന പദ്ധതിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം കുറിച്ചത്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 4 മിഷനുകളുടെയും വകുപ്പുകളുടെയും ഏകീകരണത്തിലൂടെ വികസന പദ്ധതികൾക്കായുള്ള ആശയ രൂപീകരണത്തിന് വേദി തുറന്നാണ് പരിപാടിയുടെ ഉദ്ഘാടനം നടന്നത്. പ്രാദേശിക സർക്കാരുകൾ അവസാന മാസങ്ങളിൽ പദ്ധതി തുക ചെലവഴിച്ച് തീർക്കാൻ ശ്രമിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു. ഏപ്രിൽ 1-ന് നിർവഹണം തുടങ്ങാനാവും വിധം പദ്ധതികൾ വളരെ നേരത്തെ തുടങ്ങണം. ജനപങ്കാളിത്തവും സമയനിഷ്ഠയും ഒരുമിച്ച് കൈവരിക്കണം. വളരെ തിരക്കിട്ട് തീർക്കേണ്ട ഒന്നാണ് പദ്ധതി നിർവഹണമെന്ന ധാരണ മാറ്റിയെടുക്കണം. ഇപ്പോൾ നടപടിക്രമങ്ങൾ ലളിതമാക്കുകയും പ്രാദേശിക സർക്കാരുകൾ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കുകയും വേണം. പദ്ധതി രൂപീകരണവും ജനപങ്കാളിത്തവും സമയനിഷ്ഠയും ഒരുമിച്ച് കൈവരിക്കാനാവണം. പ്രാദേശിക പദ്ധതി നിർവഹണത്തിലെ അഴിമതിക്കാർക്കെതിരെ പ്രത്യേക ജാഗ്രത പാലിക്കണം. സംസ്ഥാനതല പദ്ധതികൾക്കൊപ്പം പ്രാദേശിക പദ്ധതികൾക്കും പ്രാധാന്യം നൽകും. പോരായ്മകൾ പരിഹരിച്ച് ജനകീയാസൂത്രണം മെച്ചപ്പെടുത്താനാണ് 13ാം പദ്ധതിക്കാലത്ത് ലക്ഷ്യമിടുന്നത്. പ്രാദേശിക സർക്കാരിൽ ഉത്തരവാദിത്തം കെട്ടിവെച്ച സംസ്ഥാന സർക്കാർ ഒഴിഞ്ഞു മാറില്ല. ഇക്കാര്യത്തിൽ വകുപ്പുകളുടെ സഹകരണം ഉറപ്പാക്കും. നോട്ട് പ്രതിസന്ധി, വരൾച്ച എന്നിവ മൂലം ഉണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് സർക്കാർ പരിഹാരം കണ്ടെത്തും. കറൻസി പ്രശ്നം, വരൾച്ച ഇവയെല്ലാം ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുവെന്നത് വസ്തുതയാണ്. ആ പ്രതിസന്ധി വളരെ വൈകാതെ തന്നെ അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കേരളത്തെ വളർച്ചയുടേതായ ഒരു ഉയർന്ന പന്ഥാവിലേക്ക് നയിക്കാൻ ഉതകിയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കക്ഷി രാഷ്ട്രീയ തർക്കങ്ങൾ നാടിന്റെ വികസന വിഷയത്തിൽ വിലങ്ങുതടിയാകരുതെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. അതേസമയം ജനകീയാസൂത്രണ പദ്ധതിയിൽ വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ലെന്ന് ആരോപിച്ച പ്രതിപക്ഷം പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു. ഇക്കാര്യത്തിൽ സർക്കാരിന് തുറന്ന മനസ്സാണെന്നും പ്രതിപക്ഷവുമായി പങ്കാളിത്തം ഉറപ്പാക്കാൻ തയ്യാറാണെന്നും ധനമന്ത്രി തോമസ് ഐസക് പ്രതികരിച്ചു. മന്ത്രിമാരായ എ.സി. മൊയ്തീൻ, തോമസ് ഐസക്, വി.എസ്. സുനിൽകുമാർ, കെ.ടി. ജലീൽ, രവീന്ദ്രനാഥ്, ഇ. ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജല്ലിക്കെട്ടിന് അനുമതി നൽകിയുള്ള ഓർഡിനൻസിൽ രാഷ്ട്രപതി ഇന്ന് ഒപ്പുവയ്ക്കും. മൃഗസ്നേഹ സംഘടനകൾ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നതിനാൽ കോടതിയുടെ പ്രവർത്തന സമയത്തിന് ശേഷമേ ഇന്ന് ഓർഡിനൻസ് പുറത്തിറക്കൂ. ഓർഡിനൻസ് നിയമമാകുന്നതോടെ നാളെ ഞായറാഴ്ച തന്നെ ജല്ലിക്കെട്ട് നടത്താനാണ് സർക്കാർ നീക്കം. ജല്ലിക്കെട്ട് നടത്താനുള്ള തമിഴ്നാടിന്റെ പ്രത്യേക ഓർഡിനൻസിന് കേന്ദ്ര നിയമ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും അംഗീകാരം നൽകിയിരുന്നു. രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കയച്ച ഓർഡിനൻസിൽ ഇന്ന് പ്രണബ് മുഖർജി ഒപ്പുവയ്ക്കും. ജല്ലിക്കെട്ട് ഓർഡിനൻസ് നിയമമാകുന്നതോടെ സംസ്ഥാന മന്ത്രിസഭ ഓർഡിനൻസ് തുടർ നടപടികൾക്കായി ഗവർണർക്ക് സമർപ്പിക്കും. സുപ്രീം കോടതി നിലവിൽ സ്റ്റേ ചെയ്തിരിക്കുന്ന ജല്ലിക്കെട്ടിന് അനുമതി നൽകിയുള്ള പുതിയ ഓർഡിനൻസ് കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് മൃഗസ്നേഹ സംഘടനയായ പെറ്റ വ്യക്തമാക്കി. മൃഗങ്ങൾക്കെതിരായ ക്രൂരകൃത്യം തടയൽ നിയമത്തിലെ പട്ടികയിൽ നിന്നും കാളകളെ ഒഴിവാക്കുന്നതാണ് പുതിയ ഓർഡിനൻസ്. പരമ്പരാഗത കായിക ഇനമാണ് ജല്ലിക്കെട്ടെന്നും സംരക്ഷിക്കപ്പെടണമെന്നും ജല്ലിക്കെട്ട് നിയമ ഓർഡിനൻസിൽ വ്യക്തമാക്കുന്നു. മൃഗസ്നേഹ സംഘടനകൾ കോടതിയിൽ സമീപിക്കുമെന്നതിനാൽ കോടതിയുടെ ഇന്നത്തെ പ്രവർത്തന സമയത്തിന് ശേഷമാകും ഓർഡിനൻസ് പുറത്തിറക്കുക. തുടർന്ന് നാളെ ഞായറാഴ്ചയായതിനാൽ അടിയന്തരമായി നാളെ തന്നെ ജല്ലിക്കെട്ട് സംസ്ഥാനത്ത് നടത്താനുമാണ് തമിഴ്നാട് സർക്കാരിന്റെ നീക്കം. മൃഗസ്നേഹ സംഘടനകൾ തിങ്കളാഴ്ച കോടതിയെ സമീപിക്കും മുമ്പ് ജല്ലിക്കെട്ട് നടത്തി പ്രശ്നം പരിഹരിക്കാനാണ് കേന്ദ്ര സർക്കാരും തമിഴ്നാട് സർക്കാരിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സുപ്രീം കോടതി വിധിപ്പകർപ്പ് തയ്യാറാക്കുന്ന കേസിലാണ് സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. എക്സിക്യൂട്ടീവിന്റെ നിയമനിർമ്മാണാധികാരം ജുഡീഷ്യറിയെ മറികടക്കാൻ കോടതി അനുവദിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് കേസിൽ 8 പേർക്കെതിരെ സിബിഐ കുറ്റപത്രം സമർപ്പിച്ചു. കേസിലെ രണ്ടാമത്തെ കുറ്റപത്രവും ഉദുപ് വർഗീസിനെ പ്രതിയാക്കിയ ആദ്യ കുറ്റപത്രവുമാണ് സിബിഐ കോടതിയിൽ സമർപ്പിച്ചത്. മുൻ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രന്റ്സ് അഡോൾഫ് ലോറൻസ് ആണ് ഒന്നാം പ്രതി. റിക്രൂട്ടിംഗ് ഏജൻസിയായ അൽ ഷറഫ മാൻപവർ കൺസൾട്ടൻസിയുടെ ഉടമ ഉദുപ് വർഗീസ്, ഇയാളുടെ ഭാര്യ സൂസൻ വർഗീസ് എന്നിവരടക്കം 8 പേർക്കെതിരെയാണ് സിബിഐയുടെ രണ്ടാം കുറ്റപത്രം. കുറ്റപത്രത്തിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയവുമായി റിക്രൂട്ടിംഗ് ഏജൻസിയായ അൽ ഷറഫ മാൻപവർ കൺസൾട്ടൻസി ഉണ്ടാക്കിയ കരാർ പ്രകാരം 19,500 രൂപയാണ് സർവീസ് ചാർജായി റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഒരു നഴ്സിൽ നിന്ന് ഈടാക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇതിന്റെ 100 ഇരട്ടിയായ 19.5 ലക്ഷം രൂപയാണ് ഏജൻസി ഒരു നഴ്സിൽ നിന്ന് പിഴിഞ്ഞത്. ഇത്തരത്തിൽ 1200 നഴ്സുമാരെ കുവൈറ്റിലേക്ക് റിക്രൂട്ട് ചെയ്തതായും 100 കോടിയോളം രൂപ സംഘം തട്ടിയെടുത്തതുമാണ് സിബിഐ കേസിന് ആധാരം. 2014 ഡിസംബറിനും 2015 മാർച്ചിനും ഇടയ്ക്കാണ് റിക്രൂട്ടിംഗ് തട്ടിപ്പ് നടന്നത്. 230 കോടി രൂപയുടെ തട്ടിപ്പിനാണ് സംഘം പദ്ധതിയിട്ടിരുന്നതെന്നും സിബിഐ കണ്ടെത്തിയിരുന്നു.
ഇതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് കേസിലെ രണ്ടാം കുറ്റപത്രം CBI കോടതിയിൽ സമർപ്പിച്ചത്. മുൻ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് അഡോൾഫ് ലോറൻസിനെ ഒന്നാം പ്രതിയാക്കിയും റിക്രൂട്ടിംഗ് ഏജൻസിയായ അൽഷറഫ മാൻ പവർ കൺസൾട്ടൻസിയെ രണ്ടാം പ്രതിയാക്കിയും ഇതിന്റെ ഉടമ മൈലക്കാട്ട് ഉദുപ്പ് വർഗീസിനെ മൂന്നാം പ്രതിയാക്കിയും ഇയാളുടെ ഭാര്യ സൂസൻ വർഗീസുമടക്കം മറ്റ് 8 പേർക്കെതിരെയാണ് CBI കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അൽഷറഫ ജീവനക്കാരായ ജോസി, പ്രദീപ് KS, ഹവാല ഇടപാടുകാരായ VS സുരേഷ് ബാബു, K അബ്ദുൾ നാസർ എന്നിവരാണ് മറ്റു പ്രതികൾ. നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് കേസിൽ CBI ആദ്യം സമർപ്പിച്ച കുറ്റപത്രത്തിലും ഒന്നാം പ്രതി മുൻ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് അഡോൾഫസ് ലോറൻസ് തന്നെയാണ്. ജനുവരി 8-ന് CBI കോടതിയിൽ സമർപ്പിച്ച ആദ്യ കുറ്റപത്രത്തിൽ പാനേഷ്യ ട്രാവൽസ് ആൻഡ് MD MK സലീം, ട്രസ്റ്റ് ഇന്റർനാഷണൽ ഉടമ സാജൻ എന്നിവരും പ്രതികളാണ്. റിക്രൂട്ടിംഗ് തട്ടിപ്പിന് എമിഗ്രൻസ് ഉദ്യോഗസ്ഥൻ തന്നെ കൂട്ടുനിന്നതിനെ ഏറെ ഗൗരവത്തോടെയാണ് CBI കാണുന്നത്. അതേസമയം രണ്ടാം കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ട ഉദുപ്പ് വർഗീസ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അടുപ്പക്കാരനെന്ന വാർത്തകളും മുമ്പ് പുറത്തു വന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കാലിക്കറ്റ് സർവകലാശാലയിൽ ക്രമക്കേട് നടന്നെന്ന ആരോപണമുയർന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് പ്യൂൺ നിയമനം നടത്താൻ നീക്കം. സിൻഡിക്കേറ്റ് നിയമിച്ച സെലക്ഷൻ കമ്മിറ്റിയിൽ ഇടതംഗങ്ങളുടെ എതിർപ്പ് മറികടന്നാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. താൽക്കാലിക ജീവനക്കാരിൽ നിന്നും പ്യൂൺ നിയമനം നടത്താൻ തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റ് ചോർന്നതിലും നിയമന അഴിമതി സംബന്ധിച്ചും ഉന്നതതല അന്വേഷണം നടത്താതെ നിയമന നടപടികൾ പൂർത്തിയാക്കാനാണ് സർവകലാശാലയുടെ ശ്രമം. കാലിക്കറ്റ് സർവകലാശാലയിലെ പ്യൂൺ നിയമനത്തിനായി തയ്യാറാക്കിയ താൽക്കാലിക ജീവനക്കാരുടെ റാങ്ക് ലിസ്റ്റ് ചോർന്ന വാർത്ത പീപ്പിൾ TVയാണ് നേരത്തെ പുറത്തുവിട്ടത്. താൽക്കാലിക ജീവനക്കാർക്കായി നീക്കിവെച്ച 54 സീറ്റുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ചോർന്നത് നിയമന അഴിമതിയെ തുടർന്നാണെന്ന് അന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്നു. തുടർന്ന് ജോയിന്റ് രജിസ്ട്രാറും പ്രൊവൈസ് ചാൻസലറും നടത്തിയ അന്വേഷണത്തിൽ ക്രമക്കേട് നടന്നുവെന്നും ലിസ്റ്റ് ചോർന്നത് രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്നാണെന്നും കണ്ടെത്തി. ഇതേ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് VC കത്തയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തുടർ നടപടികളുണ്ടായില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിലുള്ള ആളുകളെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇതിപ്പോൾ തിരുക്കപ്പെട്ട് നടത്താനുള്ള തീരുമാനം. അല്ലാതെ സാധാരണ ഇത് അർഹതപ്പെട്ട ഒരുപാട് ആളുകൾ പുറത്തു നിൽക്കെ കേവലം സാമ്പത്തികമായ അഴിമതി വരെ നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്തരം അഴിമതിക്ക് കൂട്ടുനിന്ന ആളുകളെ മാത്രം സംരക്ഷിക്കുന്ന ഒരു നിലയിലേക്ക് ഇത് പോകുന്നത് തീർച്ചയായിട്ടും സർവകലാശാലയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ക്രമക്കേടിന് കൂട്ടുനിന്നുവെന്ന് ആരോപണമുയർന്ന ഉദ്യോഗസ്ഥരെ തന്നെയാണ് വീണ്ടും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ നിയോഗിച്ചിരിക്കുന്നത്. നിയമന മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തിയാൽ വർഷങ്ങളോളം സർവകലാശാലയിൽ ജോലി ചെയ്തു വരുന്ന അർഹരായ പലരും പുറത്തുപോകുന്ന സാഹചര്യം വരും. അഴിമതിക്ക് വേണ്ടി യോഗ്യതയിലും വയസ്സിലും വരെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് മാറ്റം വരുത്തിയാണ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നത്. പഴയ ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്താൻ വൈസ് ചാൻസലർ ചെയർമാനായ 5-അംഗ സെലക്ഷൻ കമ്മിറ്റി തീരുമാനമെടുത്തപ്പോൾ 2 ഇടത് അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയെങ്കിലും ഇതൊന്നും പരിഗണിക്കാതെയാണ് സർവകലാശാല നിയമന നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. അനൂപ് KR, കോഴിക്കോട്. അണ്ടല്ലൂർ സന്തോഷ് വധക്കേസിൽ 6 പേർ അറസ്റ്റിൽ. റോഹിൻ, മിഥുൻ, പ്രജുൽ, സനീൽ, റിജേഷ്, അജേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. കണ്ണൂർ ധർമ്മടത്ത് സന്തോഷിന്റെ കൊലയ്ക്ക് പിന്നിൽ സ്വത്ത് തർക്കമെന്ന് MV ജയരാജൻ. കൊലയ്ക്ക് രാഷ്ട്രീയ നിറം നൽകാൻ ശ്രമിക്കുന്നത് ദൌർഭാഗ്യകരമാണ്. CPIM പ്രവർത്തകർ പ്രതികളായാൽ സംരക്ഷിക്കില്ലെന്നും MV ജയരാജൻ കോഴിക്കോട് പറഞ്ഞു. കണ്ണൂരിലെ സംഭവത്തിൽ രാഷ്ട്രീയ നിറം കൊടുക്കുന്നത് ദൗർഭാഗ്യകരമാണ്. അത് സ്വത്ത് തർക്കത്തെ തുടർന്നുണ്ടായ ഒരക്രമവും മരണവുമാണ്. അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് ഏറ്റവും തെറ്റായിട്ടുള്ള നടപടി. CPMൻ്റെ ആരെങ്കിലും അതിൽ പ്രതികളായിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന നിലപാട് CPIM സ്വീകരിക്കുകയുമില്ല. മന്ത്രിസഭാ തീരുമാനങ്ങൾ പുറത്തു പറയുന്നതിൽ എന്താണ് തെറ്റെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. മുഖ്യമന്ത്രി വിവരാവകാശ നിയമം അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത്. വിവരാവകാശ നിയമത്തിൽ തന്നെ എന്ത് നൽകണം നൽകരുത് എന്ന് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും സുധീരൻ പറഞ്ഞു. ACC സംഘടിപ്പിക്കുന്ന ദേശവ്യാപക സമര പരിപാടി ജൻവേദന സമ്മേളനത്തിൽ തിരുവനന്തപുരത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ വിവരാവകാശ നിയമത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്നു എന്നുള്ളത് വിചിത്രമായി നമുക്ക് തോന്നുന്നു. മന്ത്രിസഭാ തീരുമാനം പുറത്തിറങ്ങിയാൽ എന്താ പ്രശ്നം? വിവരാവകാശ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് ഏതൊക്കെ പുറത്തുവിടാൻ പാടില്ല, ഏതൊക്കെ കൊടുത്തുകൂടാ, ഏതൊക്കെ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അന്തസത്ത തന്നെയാണ് അട്ടിമറിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സംസ്ഥാനത്ത് അക്രമം അഴിച്ചുവിടാൻ RSS ആസൂത്രിത ശ്രമം നടത്തുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കണ്ണൂർ കൊലപാതകത്തിൽ പാർട്ടിക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സംരക്ഷിക്കില്ല. സ്വാശ്രയ വിഷയത്തിൽ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും കോടിയേരി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ദിനകർ ചേരുകയാണ്. ദിനകർ, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? കണ്ണൂരിൽ
വ്യാപകമായ അക്രമം അഴിച്ചുവിടാൻ RSS ആസൂത്രിതമായ ശ്രമം നടത്തുകയാണ്. സമാധാന ശ്രമങ്ങൾ നടത്തിയിട്ടും അപ്പുറം RSS BJP സംഘം ആക്രമണം അഴിച്ചുവിടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതോടൊപ്പം മറ്റ് ഇടങ്ങളിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ CPM പ്രവർത്തകരെ വകവരുത്തും എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാനും BJP നേതൃത്വം തയ്യാറാകുന്നു. ഇതൊക്കെ സമാധാനം അന്തരീക്ഷം ഇല്ലാതാക്കും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതോടൊപ്പം ഒരു തരത്തിലും കൊലപാതകത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് പങ്കുണ്ടെങ്കിൽ സംരക്ഷിക്കുകയില്ല എന്ന മുൻ നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. അതേസമയം RSSന്റെ ഇത്തരം നീക്കങ്ങൾ അംഗീകരിക്കാൻ കഴിയുകയില്ല. ആസൂത്രിതമായ ആക്രമണം അഴിച്ചുവിടാനുള്ള ശ്രമങ്ങൾ RSS BJP സംഘം നടത്തുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം സംസ്ഥാനത്ത് സ്വാശ്രയ കോളേജുകളിൽ നടക്കുന്ന മാനേജ്മെന്റ് പീഡനം അംഗീകരിക്കാൻ കഴിയുകയില്ല. ഇത്തരം കോളേജുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. ഇതിനെതിരെ വിദ്യാർത്ഥി സംഘടനകൾ പ്രക്ഷോഭ രംഗത്താണ്. അതിന് പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത്തരം പീഡനങ്ങൾ നടക്കുന്ന കോളേജുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഓംബുഡ്സ്മാനെ സർക്കാർ നിയമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തി ശക്തമായ നിലപാട് സ്വീകരിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറികൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കൃത്യമായ വേതനം നൽകാത്ത കമ്പനികളോട് സർക്കാർ യാതൊരു ദാക്ഷിണ്യവും കാണിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തൊഴിലും കൂലിയും സംരക്ഷിക്കുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ATUC സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിയ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച കൂലി ഉറപ്പുവരുത്തണമെങ്കിൽ അതിന്റെ പേരിൽ ഫാക്ടറികൾ അടച്ചിട്ടുകൊണ്ട് തൊഴിലാളികളോട് വെല്ലുവിളിക്കുന്ന തൊഴിലുടമകളോട് ഒരു സൗജന്യവും ഒരു സൗമനസ്യവും കാണിക്കേണ്ട കാര്യമില്ല. ഉത്തർപ്രദേശിലെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി 25 ദിവസം മാത്രം ബാക്കി നിൽക്കെ മുന്നണി രൂപീകരണങ്ങളിൽ അവ്യക്തത തുടരുകയാണ്. തർക്കത്തെ തുടർന്ന് കോൺഗ്രസ് സമാജ്വാദി സഖ്യത്തിൽ ആശയക്കുഴപ്പം. ചെറു പാർട്ടികളുമായി ചേർന്ന് മുന്നണി രൂപീകരിച്ചു മത്സരിക്കാൻ വഴി തേടി RLD ചർച്ചകൾ ആരംഭിച്ചു. BJPയും BSPയും ഒറ്റയ്ക്ക് മത്സരിക്കും. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ലോക്സഭാ മണ്ഡലങ്ങളായ റായ്ബ്രേലി, അമേഠി എന്നിവിടങ്ങളിലെ മുഴുവൻ നിയമസഭാ സീറ്റുകൾ, 23 സിറ്റിംഗ് സീറ്റുകൾ എന്നിവ ഉൾപ്പെടുത്തി 101 സീറ്റെങ്കിലും വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യം. കഴിഞ്ഞ തവണ മത്സരിച്ച 393 സീറ്റുകളിൽ പലതും വേണ്ടെന്ന് വച്ചാലും കോൺഗ്രസ് ആവശ്യപ്പെട്ട 101 സീറ്റ് നൽകാനാകില്ലെന്നാണ് സമാജ്വാദി നിലപാട്. ഈ തർക്കത്തിൽ നിന്നും ഇതുവരെ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ടു പോകാൻ ഇരു പാർട്ടികൾക്കും കഴിയാത്തതോടെ സഖ്യചർച്ച വഴിമുട്ടി നിൽക്കുന്നു. ഇരുപക്ഷവും സഖ്യത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞ അജിത് സിംഗിന്റെ RLD സ്വന്തം നിലയ്ക്ക് മുന്നണി രൂപീകരിച്ച് മത്സരിക്കാൻ RJD അടക്കമുള്ള ചെറുപാർട്ടികളുമായി ചർച്ച ആരംഭിച്ചു. ജാട്ട് വിഭാഗത്തിന്റെ പിന്തുണയാണ് RLDയുടെ ബലം. ജാട്ട് മുസ്ലിം സംഘർഷം ഉത്തർപ്രദേശിൽ വ്യാപകമാണ്. RLD ഒപ്പം കൂട്ടിയാൽ മുസ്ലിങ്ങൾ സമാജ്വാദിക്കും കോൺഗ്രസിനും വോട്ട് ചെയ്യില്ലെന്നുറപ്പ്. ഈ സാഹചര്യത്തിലാണ് RLDയെ അഖിലേഷ് തള്ളിയത്. പക്ഷേ കൂടുതൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തി ആ ചീത്തപ്പേര് മാറ്റാനുള്ള ശ്രമം അജിത് സിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അയോധ്യയിലടക്കം മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തി മായാവതി നടത്തുന്ന തന്ത്രങ്ങൾ മറികടക്കാനാണ് ഇപ്പോൾ സമാജ്വാദി ശ്രമിക്കുന്നത്. ഒറ്റയ്ക്ക് മത്സരിക്കുന്ന BSPയും BJPയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നു. എന്നാൽ മറുഭാഗത്ത് മുന്നണി രൂപീകരിക്കാനുള്ള തീരുമാനങ്ങളിൽ ആശയക്കുഴപ്പം തുടരുന്നു. കോൺഗ്രസ് സമാജ്വാദി സഖ്യ ചർച്ചകളും ജാട്ട് വോട്ടുകളെ സ്വാധീനിക്കുന്ന RLDയുടെ രാഷ്ട്രീയ നീക്കവും അന്തിമമായാൽ മാത്രമേ ഉത്തർപ്രദേശിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാവുകയുള്ളൂ. വോട്ടെടുപ്പിന് ഇനി 25 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. സംസ്ഥാന സ്കൂൾ കലോത്സവം 6ാം ദിനവും പുരോഗമിക്കുകയാണ്. പാലക്കാടും കോഴിക്കോടും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. മേള നാളെ കൊടിയിറങ്ങും. വിവരങ്ങളുമായി വിനീഷ ചേരുകയാണ്. വിനീഷ, ഏതൊക്കെ മത്സരങ്ങളാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്? മറ്റു വിശേഷങ്ങൾ കൂടി. ഗ്രീഷ്മ, നമുക്കറിയാം 232 മത്സരങ്ങളാണ് 7 ദിവസം കൊണ്ട് പൂർത്തിയാകാനുള്ളത്. ഇതിൽ 207 മത്സരങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 207 മത്സരങ്ങളുടെ ഫലം പുറത്തു വന്നപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലത്തെ പോയിന്റ് നില ഒന്ന് പരിശോധിക്കാം. പാലക്കാട് ജില്ലയാണ് മുന്നിട്ട് നിൽക്കുന്നത്. 836 പോയിന്റാണ് പാലക്കാട് ജില്ലയ്ക്ക്. തൊട്ടുപിറകിൽ 3 പോയിന്റ് വ്യത്യാസത്തിൽ കോഴിക്കോട് ജില്ലയുണ്ട്. 833 പോയിന്റാണ് കോഴിക്കോട് ജില്ലയ്ക്ക്.
തൊട്ടുപിറകിൽ 2 പോയിന്റ് വ്യത്യാസത്തിൽ ആതിഥേയരായ കണ്ണൂർ ജില്ല 3ാം സ്ഥാനത്ത് തുടരുന്നു. 831 പോയിന്റാണ് കണ്ണൂർ ജില്ലയ്ക്കുള്ളത്. ഇതുവരെ 207 മത്സരങ്ങളാണ് പൂർത്തിയായത്. കലോത്സവം അതിന്റെ 7ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ കണ്ണൂർ വളരെ ആവേശത്തോടെയാണ് കാണികളെല്ലാം കലോത്സവത്തെ സ്വീകരിക്കുന്നത്. ഈ ഉച്ചവെയിലിന്റെ ഒരു സമയം വൈകുന്നേരത്തോട് അടുക്കുന്നതേയുള്ളൂ. കത്തിജ്വലിക്കുന്ന സൂര്യൻ തന്നെയാണ്. നല്ല വെയിലാണ് കണ്ണൂരിന്റെ ഈ കലോത്സവ നഗരിയിൽ. ഈ വെയിലത്തും നിറയെ ആൾക്കാരാണ്. കാണികൾ തിങ്ങി നിറഞ്ഞ സദസ്സിലാണ് ഓരോ മത്സരങ്ങളും പുരോഗമിക്കുന്നത്. പ്രധാന വേദിയായ നിളയിൽ ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെ കേരള നടനമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം വരാനുള്ളത് കലോത്സവത്തിലെ തന്നെ ഗ്ലാമർ ഐറ്റം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹൈസ്കൂൾ വിഭാഗ സംഘനൃത്ത മത്സരമാണ്. ഇന്ന് ഈ വേദിയിൽ 2 മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഷെഡ്യൂൾ ചെയ്തതാണ് ഹൈസ്കൂൾ വിഭാഗ സംഘനൃത്ത മത്സരം. കേരള നടനം പൂർത്തിയാകാത്തതിനാൽ ഇതുവരെയും സംഘനൃത്തം ആരംഭിച്ചിട്ടില്ല. മത്സരം ആരംഭിക്കാൻ വൈകുന്നത് തന്നെ അവസാനിക്കാനും ഈ ഒരു സമയക്രമത്തിൽ വ്യത്യാസം വരുന്നത് മത്സരത്തിന്റെ അവസാനത്തെയും ബാധിക്കും. ഏകദേശം എല്ലാ മത്സരങ്ങളും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ പൂർത്തിയാകും. സംസ്കൃതോത്സവത്തിന്റെയും അറബി കലോത്സവത്തിന്റെയും ഭാഗമായുള്ള ചില മത്സരങ്ങൾ മാത്രമേ നാളെ അവസാനിക്കാനുള്ളൂ. ഏകദേശം 7ഓളം മത്സരങ്ങൾ മാത്രമേ നാളത്തെ ദിവസമുള്ളൂ. 225 മത്സരങ്ങളും ഇന്ന് പൂർത്തിയാകും. ബാക്കിയുള്ള മത്സരങ്ങൾ മാത്രമേ നാളെ പൂർത്തിയാകാനുള്ളൂ. ഏറ്റവും അവസാനത്തെ ദിവസത്തെ ഏറ്റവും അവസാന മത്സര ഫലം വരെ കാത്തിരിക്കേണ്ടി വരും. ആരാണ് സ്വർണ്ണക്കപ്പ് വിജയികൾ എന്നറിയാൻ. ഏതായാലും കണ്ണൂർ ആവേശത്തിൽ തന്നെയാണ്. ഗ്രീഷ്മ. അവതരണം കൊണ്ട് മാത്രമല്ല, തെരഞ്ഞെടുത്ത വിഷയം കൊണ്ട് കൂടിയാണ് വിതുര ഗവൺമെന്റ് സ്കൂളിലെ നാടകം ശ്രദ്ധേയമായത്. മനുഷ്യബന്ധങ്ങളിലെ അകൽച്ച സമർത്ഥമായി അവതരിപ്പിക്കുകയായിരുന്നു പവർക്കെട്ട് എന്ന നാടകം. മനുഷ്യബന്ധങ്ങൾ ശോഷിച്ചു പോകുന്നതിന് സമർത്ഥമായി വരച്ചു കാട്ടുന്നതായിരുന്നു വിതുര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ നാടകം. വൈദ്യുതി നിലയ്ക്കുന്ന സമയത്ത് മാത്രം പരസ്പരം മിണ്ടുന്നവരാണ് ഈ കുടുംബം. മനസ്സിൽ നന്മ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഈ നാടകമെന്ന് അധ്യാപകൻ പറഞ്ഞു. ഈ നാടകത്തിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഈ മാറുന്ന ലോകത്ത് എത്രയൊക്കെ വേഗതയിൽ നമ്മൾ നടന്നാലും മനസ്സിൽ ഒരു മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചം അഥവാ നന്മ, ആ പഴയ കാലത്തിൻ്റെ നന്മ കൊണ്ടു നടക്കുക എന്നുള്ളത് മാത്രമാണ്. ജനറൽ വിഭാഗം നാടകത്തിൽ 32 ടീമുകളാണ് മത്സരത്തിനെത്തിയത്. ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം KT സാലിഹ്, കണ്ണൂർ. കശുവണ്ടി ഫാക്ടറികൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CITUവിന്റെ നേതൃത്വത്തിൽ കൊല്ലം VLC ഹെഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുഖ്യമന്ത്രി ഈ മാസം 26-ന് വിളിച്ച ചർച്ചയിൽ കശുവണ്ടി മുതലാളിമാർ ഒത്തുതീർപ്പിന് തയ്യാറാകണമെന്ന് PK ഗുരുദാസൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 1.5 വർഷമായി അടച്ചിട്ടിരിക്കുന്ന കശുവണ്ടി ഫാക്ടറികൾ തുറക്കാതെ ഇതര സംസ്ഥാനങ്ങളിൽ മാത്രം ഫാക്ടറികൾ തുറന്ന് പ്രവർത്തിപ്പിക്കുന്നത് കേരളത്തോടുള്ള അനാദരവെന്ന് PK ഗുരുദാസൻ കുറ്റപ്പെടുത്തി. K. രവീന്ദ്രനാഥൻ നായരോട് എല്ലാ ആദരവുമുണ്ടെന്നും എന്നാൽ തൊഴിലാളികളെ പട്ടിണിക്കിടുന്നത് ശരിയാണോ എന്നും PK ഗുരുദാസൻ ചോദിച്ചു. വീണ്ടും മുഖ്യമന്ത്രി 24-ാം തീയതി കോൺഫറൻസിൽ എത്തിയിരിക്കുകയാണ്. സമരം നീട്ടിക്കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ തൊഴിലാളികൾ പട്ടിണിയാണ്, മുഴുവൻ പട്ടിണിയാണ്. നരേന്ദ്രമോദിയുടെ ഈ നാണയത്തിന്റെ മൂല്യം എടുത്തു കളഞ്ഞത് മുതൽ അങ്ങേറ്റത്തെ ദുരിതത്തിലാണ് നമ്മളെല്ലാം. ഡിമോണിറ്റൈസേഷൻ ഇംഗ്ലീഷ് പറയുന്ന നാണയത്തിന്റെ മൂല്യം ഇല്ലാതാക്കിയ നടപടി, അത് കശുവണ്ടി തൊഴിലാളികൾ മാത്രമല്ല എല്ലാ വിഭാഗം തൊഴിലാളികളും വലിയ ദുരിതത്തിലാണ്. തോട്ടണ്ടിക്ക് വില കൂടുതലാണെന്ന് പറയുന്ന മുതലാളിമാർ അണ്ടിപ്പരിപ്പിന്റെ വില കൂടി വെളിപ്പെടുത്തണമെന്നും മുന്തിയേനും പരിപ്പിന് കിലോയ്ക്ക് 1200 രൂപ വില ലഭിക്കുമ്പോഴാണ് പ്രതിസന്ധിയാണെന്ന് മുതലാളിമാരുടെ വിലാപമെന്നും CITU നേതാക്കളും ചൂണ്ടിക്കാട്ടി. ഈ മാസം 26-ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിൽ സമരം ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ കടുത്ത സമരമാർഗങ്ങളിലേക്ക് നീങ്ങുമെന്നും CITU മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
കനത്ത വെയിൽ മൂലം തടാകത്തിലെ ജലനിരപ്പ് ക്രമാതീതമായി കുറഞ്ഞതിനാൽ തേക്കടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കായുള്ള ബോട്ടിംഗ് പ്രതിസന്ധിയിലായി. KTDCയുടെ വലിയ ബോട്ടായ ജലരാജ സർവീസ് നിർത്തിവെച്ചു. വിനോദസഞ്ചാരികൾക്കായി വനം വകുപ്പും KTDCയുമാണ് തേക്കടിയിൽ ബോട്ടിംഗ് നടത്തുന്നത്. ഇരുവിഭാഗത്തിന്റെയും 2 ബോട്ടുകൾ വീതമാണ് സർവീസ് നടത്തിയിരുന്നത്. KTDCയുടെ ജലരാജയിൽ 126 പേർക്ക് യാത്ര ചെയ്യാം. വനം വകുപ്പിന്റെ 2 നില ബോട്ടുകളിൽ 60 പേർക്ക് വീതം സഞ്ചരിക്കാം. വേനൽ രൂക്ഷമായതോടെ തടാകത്തിലെ ജലനിരപ്പ് 110 അടിക്ക് താഴെയാണ്. ഇതോടെ തടാകത്തിൽ പല ഭാഗത്തും മരക്കുറ്റികളും മൺതിട്ടകളും അപകട ഭീഷണി ഉയർത്തി തുടങ്ങി. സഞ്ചാരികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് ജലരാജ ഓടിക്കേണ്ടെന്ന് തീരുമാനിച്ചത്. KTDCക്ക് ഒരു ചെറിയ ബോട്ട് മാത്രമാണ് ഇപ്പോഴുള്ളത്. ഒപ്പം വനം വകുപ്പിന്റെ ബോട്ടിലെ യാത്രക്കാരുടെ എണ്ണം 60-ൽ നിന്നും 45 കുറച്ചു. ജലനിരപ്പ് ഇനിയും താഴ്ന്നാൽ വനം വകുപ്പിന്റെ ബോട്ടുകളും സർവീസ് നിർത്തിവെക്കേണ്ടി വരും. വനം വകുപ്പിന്റെ വലിയ ബോട്ടുകളിലൊന്ന് അറ്റകുറ്റപ്പണിക്കായി കരയിലാണ്. പകരം 2 ചെറിയ ബോട്ടുകൾ ഓടുന്നുണ്ട്. ഇത്തവണ അവധിക്കാലത്ത് തേക്കടിയിലെത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും ബോട്ടിംഗ് ഇല്ലാതെ നിരാശരായി മടങ്ങേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൃശൂരിൽ നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. എളവള്ളി മമ്മായി സെന്ററിന് സമീപം പുഴങ്കരയില്ലത്ത് അഷ്റഫിന്റെ മകൻ അജ്മൽ P. അഷ്റഫാണ് മരിച്ചത്. കൂടെ യാത്ര ചെയ്തിരുന്ന സുഹൃത്തിന്റെ നില അതീവ ഗുരുതരമാണ്. വെള്ളിയാഴ്ച വൈകിട്ട് ചിറ്റിലപ്പള്ളിയിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത്. തൃശൂരിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നതിനിടെ എതിർദിശയിൽ വന്ന കാർ ഇവരുടെ ബൈക്കിലിടിക്കുകയായിരുന്നു. മലയാളി ക്രിക്കറ്റ് താരം റോഹൻ എസ് കുന്നുമ്മൽ ഇന്ത്യയുടെ അണ്ടർ-19 ഏകദിന ടീമിൽ. ഇംഗ്ലണ്ടിനെതിരായി ഈ മാസം നടക്കുന്ന ഏകദിന ടീമിലാണ് റോഹൻ ഇടം പിടിച്ചിരിക്കുന്നത്. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിയാണ് റോഹൻ എസ് കുന്നുമ്മൽ. ക്രിക്കറ്റിനെ ഗൗരവത്തോടെ കാണാൻ തുടങ്ങിയ കാലം മുതൽ എന്നെങ്കിലും ഇന്ത്യൻ ജേഴ്സി അണിയുക എന്ന സ്വപ്നം റോഹൻ മനസ്സിൽ കൊണ്ട് നടന്നിരുന്നു. 9-ാം വയസ്സ് മുതൽ കണ്ടു തുടങ്ങിയ ആ സ്വപ്നം അണ്ടർ-19 ടീമിലേക്കുള്ള വിളിയോടെ പൂവണിയുകയാണ്. ഇംഗ്ലണ്ടിനെതിരെയുള്ള 5 മത്സര പരമ്പരയിലേക്ക് BCCI പുറത്തുവിട്ട 18-അംഗ ടീമിലാണ് റോഹൻ ഇടം നേടിയത്. സീനിയർ ടീമിലേക്കുള്ള ചവിട്ടുപടിയായാണ് റോഹൻ ഇതിനെ കാണുന്നത്. മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റോഹൻ പറഞ്ഞു. ഈ സീസണിൽ കുച്ച് ബിഹാർ ട്രോഫിയിൽ 250 റൺസ് നേട്ടവും ഇന്റർ സോൺ ഏകദിനത്തിലെ സെഞ്ചുറി നേട്ടവുമടക്കം മികച്ച ഫോമിലാണ് റോഹൻ. 9-ാം വയസ്സ് മുതൽ മലബാർ ക്രിസ്ത്യൻ കോളേജിലെ കോച്ച് സന്തോഷ് കുമാറിന്റെ കീഴിൽ സെൻസെക്സ് ക്രിക്കറ്റ് അക്കാദമിയിലാണ് റോഹൻ പരിശീലനം നടത്തുന്നത്. സെലക്ഷൻ കിട്ടിയതിന്റെ സന്തോഷം കോച്ചിനെ നേരിട്ടറിയിക്കാൻ റോഹൻ ക്രിസ്ത്യൻ കോളേജിലെത്തി. നിലവിൽ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായി കളിക്കുന്ന റോഹൻ ബോളിംഗിൽ സ്പിന്നർ എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാറുണ്ട്. അണ്ടർ-19 ടീമിൽ ഇത്തവണ പുതുമുഖങ്ങൾക്കാണ് BCCI പരിഗണന നൽകിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.